നമസ്കാരം. പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കുകയാണ്. ഇനിയും ഒരു തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ CPM-ന്റെ സ്ഥാനാർത്ഥിയാവില്ല. CPM-ന്റെ നേതൃസമിതികളിൽ നിന്ന് പോലും പിണറായി വിജയൻ ഒഴിവായേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടിക്കുള്ളിലെ വിഭാഗീയത മറനീക്കി പുറത്തു വന്നതിന് തെളിവായിരുന്നു MV ഗോവിന്ദനെ തഴഞ്ഞുകൊണ്ട് പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിൽ പ്രസംഗം നടത്തിയത്. പാർട്ടി സമ്മേളനങ്ങളിൽ അണികൾ പോലും പിണറായി ഭരണം ദുരന്തമാണ് എന്ന് തുറന്നു പറഞ്ഞതോടെ വേറൊരു വഴിയുമില്ലാതെ പ്രായത്തിന്റെ കാര്യം പറഞ്ഞ് പിണറായിക്ക് സീറ്റ് നൽകണ്ടെന്ന ഉറച്ച തീരുമാനത്തിലാണ് CPM. സർക്കാരിന്റെ കാലാവധി കഴിയുന്നത് വരെ പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി തുടരുമെങ്കിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. എന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം മുന്നിൽ നിന്ന് പിണറായി തന്നെ നയിക്കും. ഹാട്രിക് വിജയം നേടിയാൽ വീണ്ടും പിണറായി വിജയന്റെ വിജയമാണെന്ന് പറയും. പ്രായപരിധി മാനദണ്ഡം കർശനമായി നടപ്പാക്കുന്ന സാഹചര്യത്തിൽ തനിക്ക് മാത്രമായി വീണ്ടും ഇളവ് നേടാൻ PB അംഗമായ പിണറായിക്ക് താല്പര്യമില്ല എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. വ്യക്തമായ ആസൂത്രണത്തോടെ തന്നെയാണ് പിണറായി പാർട്ടിയുടെ നേതൃസമിതിയിൽ നിന്ന് പോലും പടിയിറങ്ങാൻ പദ്ധതിയിടുന്നത് എന്നാണ് സൂചന. പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രായപരിധി മാനദണ്ഡത്തിൽ ഒഴിവാക്കിയാലും കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാവായി നിലനിർത്തുമെന്ന കാര്യം ഉറപ്പാണ്. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നത് വരെ കേരള ഘടകത്തിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും പിണറായിയെ ക്ഷണിതാവാക്കി നിലനിർത്താനും സാധ്യതകൾ ഏറെയുണ്ട്. കഴിഞ്ഞ ദിവസം ഹരിപ്പാട് സമാപിച്ച CPM-ന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ നടത്തിയ മറുപടി പ്രസംഗമാണ് പിണറായി വിജയൻ പാർട്ടി പതിവുകളിൽ നിന്ന് ഒഴിവായേക്കുമെന്ന ചർച്ചകൾ ആക്കം കൂട്ടിയത്. ജില്ലാ സമ്മേളനത്തിൽ ആദ്യാവസാനം പങ്കെടുത്ത പിണറായി വിജയൻ ചർച്ചകളോടും വിമർശനങ്ങളോടും പ്രതികരിച്ചുകൊണ്ട് നൽകിയ മറുപടി പ്രസംഗം ഏതാണ്ടൊരു വിടവാങ്ങൽ പ്രസംഗത്തിന്റെ മട്ടിലായിരുന്നു. സ്വന്തം തട്ടകത്തിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ വെച്ച് പിണറായി വിജയന് പ്രായപരിധിയിൽ ഇളവ് ലഭിച്ചിരുന്നുവെങ്കിലും രാമചന്ദ്രൻ പിള്ള അടക്കമുള്ള നേതാക്കൾ പ്രായപരിധി മാനദണ്ഡത്തിൽ തട്ടി പുറത്തു പോയപ്പോഴാണ് പാർട്ടിയുടെ ഏക മുഖ്യമന്ത്രി എന്ന പരിഗണനയിൽ അപ്പോൾ 78 വയസ്സ് പിന്നിട്ട പിണറായിക്ക് ഇളവ് അനുവദിച്ചത്. വീണ്ടും ഒരു ഇളവ് കൂടി നേടുന്നത് വ്യക്തിപരമായി ക്ഷീണമാണെന്ന വിലയിരുത്തലിലാണ് പാർട്ടിയുടെ ഉന്നത ശ്രേണികളിൽ നിന്ന് പടിയിറങ്ങാൻ പിണറായി വിജയൻ മാനസികമായി ഒരുങ്ങുകയാണ് എന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിവരം. എന്നാൽ ഇതൊന്നുമല്ല, ഉയർന്നു വന്ന വിമർശനങ്ങളാണ് കാരണമെന്നാണ് പറയുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ 80 വയസ്സ് പിന്നിട്ടവരെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ കർശന നടപടി സ്വീകരിച്ചയാളാണ് പിണറായി വിജയൻ. 80 വയസ്സ് കഴിയാത്ത പിരപ്പൻകോട് മുരളിയെ പോലുള്ള അനഭിമതരായ നേതാക്കളെ പോലും പ്രായമായി വരുന്നത് പറഞ്ഞ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അങ്ങനെയുള്ളയാള് 80 പിന്നിട്ട ശേഷവും വീണ്ടും രണ്ടാം ഇളവ് തേടുന്നത് പിണറായിയെ കുറിച്ച് പടുത്തുയർത്തിയിരിക്കുന്ന കരുത്തൻ നേതാവെന്ന പ്രതിച്ഛായയോട് പൊരുത്തപ്പെടുന്നതല്ല. ഇതും പാർട്ടിയുടെ ഉന്നത സമിതികളിൽ നിന്ന് ഒഴിയാൻ പിണറായി വിജയനെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നാണ് സൂചന. എന്നാൽ ഇതൊന്നുമല്ല ഇതിന് പിന്നിലെ കാരണമെന്നാണ് പറയുന്നത്. നടന്ന സമ്മേളനങ്ങളിലെല്ലാം തന്നെ പിണറായി വിജയൻ നേരിട്ടത് രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു. ഇതിന്റെ കാരണത്താലാണ് ഇനിയൊരു മത്സരം വേണ്ട എന്ന തീരുമാനത്തിൽ പിണറായി വിജയൻ എത്തിച്ചേർന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.